ശബരിമലയിൽ ജീവനക്കാരുടെ പണമിടപാടുകളിൽ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ്. മണ്ഡല മകരവിളക്ക് കാലയളവിൽ ജോലി ചെയ്ത ജീവനക്കാരുടെ ഇടപാടുകൾ സംശയകരമെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസർക്ക് ഹൈക്കോടതി ഉത്തരവിലൂടെ നിർദ്ദേശം നൽകി. ഇക്കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമലയിൽ ജോലി ചെയ്ത താൽക്കാലിക സ്ഥിരം ജീവനക്കാർ ഉൾപ്പെടെ മുഴുവൻ പേരുടെയും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. ഇക്കാലയളവിൽ നടന്ന ജീവനക്കാരുടെ സാമ്പത്തിക ഇടപാടുകളിൽ സംശയം തോന്നിയതിനെ തുടർന്ന് ദേവസ്വം വിജിലൻസ് രഹസ്യാന്വേഷണം നടത്തിയിരുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 14 ലക്ഷത്തിലധികം രൂപ സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസ് വഴി മാത്രം കൈമാറ്റം നടന്നുവെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. 2 ജീവനക്കാർ 1 ലക്ഷത്തിലധികം രൂപയും മറ്റു 3 പേർ 25,000 രൂപയിലധികവും അയച്ചതായും കണ്ടെത്തിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും ഹാജരായില്ല. ഇക്കാര്യം ബന്ധപ്പെട്ടവർ ഹൈക്കോടതി അറിയിക്കുകയായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സംശയനിഴലായ സ്ഥിരം താൽക്കാലിക ജീവനക്കാരുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടത്. സന്നിധാനത്തെ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലും നടന്ന എല്ലാ ഇടപാടുകളും പരിശോധിക്കാൻ കോടതി നിർദ്ദേശം നൽകി. മണ്ഡലകാലത്ത് സന്നിധാനത്ത് ജോലി ചെയ്യുന്ന മുഴുവൻ ജീവനക്കാരുടെയും വിവരങ്ങൾ ശേഖരിക്കണം. 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസർക്ക് ഹൈക്കോടതി ഉത്തരവിലൂടെ നിർദ്ദേശം നൽകി. കൈരളി ന്യൂസ്, കൊച്ചി.